ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ 3 ദിവസത്തെ ക്ലാസ്സില് നമ്മളിരിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിലുള്ള നമ്മുടെ ആ ഒരു ഫീലിംഗ് അതൊന്ന് പറയാൻ വിചാരിച്ചു. അതിനു മുമ്പ് എൻക്യൂലേക്കും എംക്യൂലേക്കും ഒക്കെ വന്നത് യാദൃശ്ചികമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു ഇത് എനിക്ക് മാത്രമാണ് യാദൃശ്ചികം, ഇതൊക്കെ റബ്ബിന്റെ ഒരു ഇടപെടലാണ്. അല്ലെ, അത് നമുക്ക് എന്താ പറയാ, ഒരു അൽഹംദുലില്ലാഹി ലദീ ബിനിഅമതിഹി തത്തിമു സ്വാലിഹാത്ത് എന്ന് പറയാൻ അല്ലെ, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ആ ഒരു വെബിനാർ ടൈം 3 ക്ലാസ് ആണ്. അത് ഒരു ദിവസം കലിമത്താണ്, ഒരു ദിവസം ഷറഹാണ്, ഒരു ദിവസം തദബ്ബുറാണെന്നൊക്കെ പറഞ്ഞു. വിചാരിച്ചു തഫ്സീർ പഠിക്കാൻ അങ്ങനെ ആ 3 വേണോ എന്നൊക്കെ ചിന്തിച്ചു. തദബ്ബുർ വേണമെന്ന് വിചാരിച്ചു, പക്ഷെ കലിമാത്ത് വേണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് സൂറ അസ്ർ ഹസ്ന മാം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് അന്നേരം തന്നെ വിചാരിച്ചു എന്തിനാ ഇങ്ങനെല്ലാം പഠിക്കണോ, അതെല്ലാം പറ്റുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്ത് ആ തഫ്സീർ ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. മറിച്ച് പഠിച്ചോനെ കൽബിൽ നീ മാറ്റം തരണേ എന്നുള്ള ആ ഒരു ഫിക്കറിലാണ് ഇരുന്നത്. പക്ഷെ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ആദ്യത്തെ ആ ഒരു 5-6 ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ആ ഒരു ഫിക്കർ ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ആ ഫിക്രേ ഇല്ല അൽഹംദുലില്ലാ. അപ്പോ ആ കലിമാത്തിന്റെ ആവശ്യമുണ്ടോ എന്നെല്ലാം ചിന്തിച്ചു. പക്ഷെ അൽഹംദുലില്ലാ മാം ഫസ്റ്റത്തെ ആ ഒരു ക്ലാസ്സിൽ മത്താ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ തോന്നി ആ കലിമാത്ത് പഠിക്കേണ്ടതാന്ന് തോന്നി. എന്നിട്ടും മനസ്സിലൊരു ചെറിയ വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു ചൊവ്വാഴ്ചത്തെ ക്ലാസ് കേൾക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സൂറ ഫാത്തിഹയിൽ എത്തിയപ്പോ അൽഹംദുലില്ലാ മാം സിറാത്തിന്റെ ഒരു അർത്ഥം പറഞ്ഞിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. സിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെബീരല്ല തെരീഖല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാം അത്രയും വിശദമാക്കിയിട്ട് ആ സിറാത്ത് എന്താന്ന് പറഞ്ഞപ്പോള് ശരിക്കും മനസ്സിലായി ഇതാണ് കൂടുതൽ വേണ്ടത് എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ കലിമാത്തിന്റെ ക്ലാസ്സിലിരിക്കുമ്പോഴും ചിന്തിക്കുന്നത് ഖുർആനിന്റെ ആയത്തിൽ മാത്രമല്ല തദബ്ബുർ ചെയ്യാനുള്ള, ഖുർആനിന്റെ ആ ഒരു ഭാഷന്റെ ഒരു സൗന്ദര്യം, അതിന്റെ അപ്പുറത്ത് ഓരോ കലിമത്തിൽ പോലും നമുക്ക് ചിന്തിക്കാനുണ്ട് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്. എന്താ പറയാ, ഒരു ഖുർആനിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മൾ ശരിക്കും ആസ്വദിക്കുകയാണ്. അതിനുശേഷം വെനസ്ഡേ നമ്മൾ ഷറഹിന്റെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് എന്താ പറയാ, ശരിക്കും സാദത്തും ഈമാന എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഈമാൻ അങ്ങനെ അൽഹംദുലില്ലാ ശരിക്കും നമ്മൾ ആസ്വദിക്കുക തന്നെയാണത്. കാരണം എന്ന് വെച്ചാല് നമുക്കിപ്പം സൂറ ഫാത്തിഹ ആയാലും നബ ആയാലും നാസിയാത്ത് ആയാലും അതിൽ കൂടുതലും യൗമുൽ ഖിയാമത്തിനെ കുറിച്ചിട്ടാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു 4:30 മുതൽ 5:30 വരെയുള്ള ക്ലാസ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഉറങ്ങുന്നത് അതിന്റെ ഒരു ഹാങ് ഓവറിലാണ്. നമ്മള് മഗ്‌രിബ് ഇശാന്റെ ഇടയില് എന്താ പറയാ, സൂറത്ത് ഓതുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റു വിറുതുകളിലെല്ലാം ആയാലും ചിന്ത ആ ക്ലാസ്സിൽ കേട്ട ആയാത്തുകളും അല്ലെ മാം പറഞ്ഞ ആ ഹദീസുകളും അതില് പഠിച്ചോനെ അതിന് അതിന്റെ പുറമേയുള്ള ഇത്രയല്ല അർത്ഥമുള്ളൂ പുറമേ, പക്ഷെ അതിന്റെ അകം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പോലെ ഖുർആന് അകവും പുറവും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അകത്തേക്കാണോ റബ്ബേ നീ ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. അതിനുശേഷം തേഴ്സ്ഡേ നമ്മള് തദബ്ബുറിന്റെ ക്ലാസ്സിലിരുന്ന സുബ്ഹാനല്ലാഹ്, അത് അത് വേറെ ഒരു ലെവലാണ് മാം. ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊളിയാണെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ആരെങ്കിലും അവരുടെ അനുഭവങ്ങൾ തദബ്ബുർ ചെയ്തു, അതിനുശേഷം ഹസ്ന മാമിന്റെ ക്ലാസ്, അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാവാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊന്നും നമ്മൾ പറയുന്നത് വെറുതെ ഒരു വാക്കല്ല, കൽബിൽ തട്ടിയിട്ട് അല്ലെ അള്ളാഹുവിന്റെ ആ ഒരു ഗാംഭീര്യത്തിനെ മനസ്സിലായിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് പറയും, ഒരു അത്ഭുതത്തെ മനസ്സിലായിക്കൊണ്ട് അല്ലാഹു അക്ബർ പറയും. അതിന്റെ ഇടയിൽ എന്തൊക്കെ നമ്മുടെ അനുഗ്രഹം ഓർമ്മിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് ഇഷ്ടം പോലെ പറയും. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചെയ്യേണ്ട ആ ഒരു ഇത് പറഞ്ഞപ്പോ നമ്മള് തസ്ബീഹാത്ത് എന്ന് വെച്ചാൽ എന്താ പറയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇങ്ങനെ പറഞ്ഞു പോക്കാണ്. പക്ഷെ ഈ ഒരു തേഴ്സ്ഡേ അൽഹംദുലില്ലാഹ് ശരിയായ ആ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റും, അല്ലെങ്കിൽ അൽഹംദുലില്ലാ ആ രീതിയിൽ തന്നെ പറയാൻ പറ്റും. അപ്പൊ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ തദബ്ബുറിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു 3-4 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ചിന്തിക്കും, റബ്ബേ ഈ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നീ എവിടുന്നാ വരുന്നേന്ന് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇതാ ഞാൻ ഇന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നാ വരുന്നത്, അവര് നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണെന്നൊക്കെ പറയുമ്പോ അതിനുശേഷം ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയത്തിൽ അള്ളാഹ് പറയും എന്നാ ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു. പക്ഷെ അങ്ങനെ തന്നെ ആക്കട്ടെ. ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ആ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ആ ആശങ്കയാവട്ടെ ഒക്കെ മാറി ഇൻഷാ അല്ലാഹ് വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും മാം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ രീതിയിൽ അല്ലാഹുക്ക് ഏറ്റവും പൊരുത്തപ്പെട്ട രീതിയിൽ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊരു സ്റ്റോപ്പ് മാം ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം
നമ്മൾ പഠിക്കാൻ റെഡിയാണ് ഇൻഷാല്ലാ. അള്ളാഹുവിന്റെ തൗഫീക്ക് എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. അപ്പം എത്രത്തോളം എന്ത് എഫേർട്ട് എടുത്തിട്ടായാലും ഇൻഷാല്ലാ മാം ഇത് മാമിന്റെ ഒരുപാട് കോഴ്സ് മാം എന്താ പറയാ തുടങ്ങിയിട്ടും കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും മാം പറഞ്ഞതുപോലെ ഈ തഫ്സീർ കോഴ്സ് മാമിന് തീർച്ചയായിട്ടും മാമിനല്ല ഞാൻ ചിന്തിക്കും ഇതിന്റെ ഒരു തുടക്കക്കാരുണ്ടാവല്ലോ, ഇതിനെക്കുറിച്ചൊരു ഫസ്റ്റ് ഈ ഒരു നൂറുൽ ഖുർആൻ അക്കാഡമിനെ കുറിച്ച് ഫസ്റ്റ് ചിന്തിച്ച ഒരാളുണ്ടാവല്ലോ. സുബ്ഹാനല്ലാഹ്, ഓരോ ആ ഒരു നിയ്യത്തിന്റെ പവറാണ് ഇന്ന് നമ്മുടെ കൽബിൽ ശരിക്കും പ്രതിഫലിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ചും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.